ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ പുതിയ ജ്യോതിഷ വിഷയം, പുതിയ വീട്ടിലെ ഗ്രഹപ്രവേശനം വീട്ടമ്മമാർ ഇങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ജ്യോതിഷ സംബന്ധമായ കാര്യം തന്നെയാണ്. അത് ഹിന്ദു ആചാരപ്രകാരം കൂടിയുള്ള കാര്യമാണ്. ജ്യോതിഷം മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഹിന്ദു ആചാരപ്രകാരമുള്ള കാര്യങ്ങളും കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. പുതിയ വീട്ടിലെ ഗ്രഹപ്രവേശന സമയത്ത് സ്ത്രീകൾ, അതായത് വീട്ടമ്മമാർ എങ്ങനെ ചെയ്യണമെന്നാണ്. വീടിൻ്റെ നാഥ എന്ന് പറഞ്ഞാൽ ആരാണ്? വീട്ടമ്മയാണ്, ഇല്ലേ? ഒരു വീടിൻ്റെ നാഥ വീട്ടമ്മയല്ലേ? വീട്ടമ്മയാണ്. ഓരോ നാട്ടിലെയും നാട്ടാചാരങ്ങൾ ഈ വീട്ടമ്മമാർ പാലിക്കണം, ഇല്ലേ? ഈ ഗ്രഹപ്രവേശന സമയത്ത് അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾക്ക് ഓരോ നാടിനും ഓരോ നാട്ടാചാരങ്ങളുണ്ട്, ഇല്ലേ? അത് നമ്മൾ പാലിക്കൊണ്ടായിരിക്കണം. അപ്പം ഗ്രഹപ്രവേശനത്തിന് അത് പാലിക്കണം. കുടുംബദേവതയ്ക്ക് നേരത്തെ വഴിപാട് സമർപ്പിച്ച് അനുവാദം വാങ്ങണം. കുടുംബദേവതയ്ക്ക് നേരത്തെ വഴിപാട് സമർപ്പിച്ച് അനുവാദം വാങ്ങിയിരിക്കണം. പ്രായമായവർക്ക് വെറ്റിലപ്പാക്കും ദക്ഷിണയും നൽകി കാൽ തൊട്ട് വന്നിച്ച് അനുഗ്രഹം വാങ്ങണം. അതായത് ഗ്രഹപ്രവേശന സമയത്തിന് മുൻപ് ഇവർ കുടുംബദേവതയ്ക്ക് നേരത്തെ വഴിപാട് സമർപ്പിച്ചിരിക്കണം. അതുകൂടാതെ പ്രായമായവർക്ക് വെറ്റിലപ്പാക്കും ദക്ഷിണയും നൽകിയാൽ ദക്ഷിണ നൽകുന്നതും കാൽ തൊട്ട് വന്നിക്കുന്നതും അവരുടെ അനുഗ്രഹം വാങ്ങുന്നതും വളരെ ഉത്തമമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വീട് പണിക്ക് കാശ് നമ്മളാണ് മുടക്കിയതെങ്കിലും അതിൻ്റെ പിന്നിൽ കുറേ ആളുകളുടെ അധ്വാനമുണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ കാശ് കൊടുത്താണ് വീട് പണിയുന്നത്. അപ്പം വീട് പണിയാൻ വരുന്നവർ പല ആൾക്കാരുണ്ട്. കല്ലാശ്ശേരിമാരുണ്ട്, മരാശ്ശേരിമാരുണ്ട്, അതേപോലെ തന്നെ വാർക്കപ്പണിക്കാരുണ്ട്, പിന്നെ അതുകൂടാതെ പെയിൻറ്റിങ് പണിക്കാരുണ്ട്. അങ്ങനെ പല വിധത്തിൽ ഒരു വീടായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പണിക്കാർ വരുന്നുണ്ട്. അവർക്കൊക്കെ നമ്മ കൂലി കൊടുത്താണ് വിടുന്നത്, ഇല്ലേ? ശരി. എന്നിരുന്നാലും അവർക്ക് ആ കൂലി കൊടുക്കുന്നതോടുകൂടി അവരുടേതായിട്ടുള്ള ബന്ധം തീരില്ല. കാരണം അവരുടെ അധ്വാനത്തിൻ്റെ ഫലം കൂടിയാണ് ആ വീട്. അതായത് ഒരു വീടിൻ്റെ നിർമ്മാണത്തിൽ കുറേ ആൾക്കാരുടെ അധ്വാനമുണ്ട്. ആ അധ്വാനത്തിൻ്റെ പിന്നിലുള്ളവരെ ഒന്ന് സന്തോഷിപ്പിച്ച് വിടണം. അതിനാണ് വീട് പണിക്കാർക്ക് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കണം. അതായത് വീട് പണിത ആൾക്കാർക്ക് അവരെ തലേദിവസമോ അല്ലെങ്കിൽ 2-3 ദിവസത്തിന് മുമ്പ് വിളിച്ച് അവരെ ഒന്ന് സന്തോഷിപ്പിച്ച് വിട്ട് അവർക്ക് ചായയോ സൽക്കാരാദികളോ ഒക്കെ ചെയ്തു അവർക്ക് ദക്ഷിണ കൊടുക്കണ ഒരു പരിപാടിയുണ്ട്. ഈ ഇതായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ദക്ഷിണ കൊടുക്കണം. അപ്പം ദക്ഷിണ കൊടുത്ത് നേരത്തെ ഗുരുകാരണവന്മാർക്ക് ദക്ഷിണ കൊടുക്കണ കാര്യം ഞാൻ പറഞ്ഞല്ലോ, പ്രായമായവർക്ക്. അതുപോലെ ഈ വീടിന് വേണ്ടി അധ്വാനിച്ചവർക്കും ഒരു ദക്ഷിണ കൊടുത്ത് അവരെ പറഞ്ഞു വിടണം. അവർക്ക് ഗണപതി ഹോമം നടത്തണം. വെളുപ്പിന് അന്നത്തെ ദിവസം വെളുപ്പിന് ഗണപതി ഹോമം നടത്തണം. തൊട്ടടുത്ത ദേശദേവതയുടെ അടുത്ത് നിന്ന് ദീപം കൊണ്ടുവന്ന് അടുപ്പിൽ തീ കത്തിക്കണം. വേണമെങ്കിൽ ഗണപതി ഹോമത്തിൽ തന്നെ തീയെടുത്ത് കത്തിക്കാം. അല്ലെങ്കിൽ നമ്മളുടെ തൊട്ടടുത്തുള്ള ദേശദേവതയുടെ ക്ഷേത്രത്തിൽ നിന്ന് ദീപം തെളിയിച്ചു കൊണ്ടുവരാം, അടുപ്പിൽ കത്തിക്കാൻ വേണ്ടി. അങ്ങനെയും വേണ്ടി ചെയ്യാം. ഇനി അതെല്ലാം നമ്മുടെ കുടുംബക്ഷേത്രം തൊട്ടടുത്തുണ്ടെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ദേവതയുടെ അടുത്ത് നിന്ന് ദീപം തെളിയിച്ചു കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവന്ന് അടുപ്പിൽ തീ കൂട്ടാം. അതുകൂടാണ് അതിനു മുമ്പ് എല്ലാ അർത്ഥത്തിലും നാട്ടാചാരപ്രകാരമുള്ള ദ്രവ്യങ്ങളുമായി വീടിനകത്ത് വീട്ടമ്മ ഇടത് കാൽ വെച്ച് കയറണം. അതാണ് അവിടെ പറയാനുള്ളത്. അതായത് വീട്ടമ്മമാര് നാട്ടാചാരപ്രകാരമുള്ള ദ്രവ്യങ്ങൾ, അങ്ങനെ പല സാധനങ്ങളുണ്ടല്ലോ, അരി, പച്ചക്കറി, അതേപോലെ തന്നെ മറ്റ് ദ്രവ്യങ്ങൾ ഒക്കെ ആയിട്ടല്ലേ നമ്മൾ ആദ്യമായിട്ട് ഗൃഹപ്രവേശനം ചെയ്യുന്നത്. അപ്പം ഗൃഹപ്രവേശന സമയത്ത് സ്ത്രീകൾ ആ വീട്ടമ്മ ഇടത് കാല് വെച്ചാണ് കയറേണ്ടത്, വലത് കാല് വെച്ചല്ല. അപ്പം ആൾക്കാർ ചോദിക്കൂലേ, വലത് കാല് വെച്ചല്ലേ നല്ലത്, വലത് കാല് വെച്ചതല്ലേ അതിൻ്റെ ഐശ്വര്യം വരുള്ളൂ, ഇടത് കാല് വെച്ചാൽ മുടിഞ്ഞു പോകൂലേ, ഇടത് കാല് വെച്ചാൽ മുടിഞ്ഞു പോണതാണോ ഇടത് കാല്? അല്ല, വലത് കാലരുത്, ഇടത് കാല് വെച്ച് കയറണം.
ഇടതുകാൽ വെച്ചാൽ മുടിഞ്ഞു പോകില്ല. ഇടതുകാൽ കീഴടങ്ങുന്നതിൻ്റെ ലക്ഷണമാണ്. ഇടതുകാല് വെച്ച് ഇടതുകാല് വെച്ച് എന്തെങ്കിലും ചെയ്യുന്നത് അത് കീഴടങ്ങുന്നതിന് തുല്യമാണ്. അപ്പോൾ ആ വീടിന് കീഴടങ്ങി ആ വീട്ടമ്മ ജീവിക്കണം. മനസ്സിലായോ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കീഴടങ്ങി മുന്നോട്ട് പോകണം. അപ്പോൾ വീടിനെ വണങ്ങി വീട്ടമ്മ വീട്ടിലേക്ക് കയറണം. അതാണ് കീഴടങ്ങുന്നതിൻ്റെ ലക്ഷണമാണ് ഇടത് കാൽ വെച്ച് കയറുന്നത്. അപ്പോൾ ഇടത് കാല് വെച്ച് കയറണം. വലത് കാൽ കീഴടക്കാനുള്ള ലക്ഷണമാണ് കാണിക്കുന്നത്. അപ്പോൾ വലത് കാലാണെങ്കിൽ ആ വീടിനെ കീഴടക്കണം, കീഴടക്കി അവിടെ ഭരിക്കണം. മനസ്സിലായോ? അതെൻ്റെ തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ നടക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ വലത് കാല് വെച്ച് കയറേണ്ടി വരും. അതല്ല, വീടിന് കീഴടങ്ങി വീട്ടിലെ മറ്റു കാര്യങ്ങളെല്ലാം ഒരേപോലെ നോക്കി കണ്ടറിഞ്ഞൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അത് ഇടതുകാല് വെച്ച് കയറണം. ഇടതുകാല് വെച്ച് കയറിയാൽ ആ വീടിന് വണങ്ങി കയറുന്നതിന് തുല്യമാകും. അപ്പം കീഴടക്കാനല്ല, കീഴടങ്ങി ജീവിക്കാനാണ്. ആ വീട് കീഴടക്കാനല്ല, കീഴടങ്ങി ജീവിക്കാൻ വേണ്ടിയാണ് ഇടതുകാല് വെച്ച് കയറണമെന്ന് പറയുന്നത്. ഇത് ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് കേൾക്കാം. അതായത് വിശ്വാസം ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾക്ക് പാലിക്കാൻ താല്പര്യമുള്ളവർക്ക് പാലിക്കാം, അല്ലാത്തവർ പാലിക്കണ്ട. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വീട്ടമ്മമാർ ഗൃഹപ്രവേശന സമയത്ത് ചെയ്താൽ വളരെ ഉത്തമമായിരിക്കും. ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.